രാത്രിയിൽ എല്ലാവരും ആഹാരം കഴിക്കുകയാണ്. ഈ സമയത്ത് രേവതിയോട് സച്ചി ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട്. രേവതി പറയാണ്, ഞാൻ പിന്നീട് ഇരുന്നാലും സച്ചിയേട്ടാ നിങ്ങൾ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇവിടുത്തെ സർവൻ്റ് ഒന്നും അല്ല, എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കാനായിട്ട് ഇവിടെ വെച്ചേരെ, ടേബിളിൽ എല്ലാവർക്കും ആവശ്യമുള്ളതുണ്ടല്ലോ, എല്ലാവരും എടുത്തു കഴിച്ചോളും. ചേച്ചി സച്ചിയേട്ടൻ്റെ അടുത്തോട്ട് ഇരുന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ആഹാരം കഴിക്കുക. അതൊക്കെ വലിയൊരു സന്തോഷം. രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഒരുമിച്ച് നമുക്ക് ഇരിക്കാൻ സാധിക്കില്ലല്ലോ. രാത്രി കിട്ടുന്ന ഈ ടൈമിലല്ലേ നമുക്ക് ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരും കൂടി ഇരിക്കാൻ പറ്റുന്നേ. അപ്പൊ സന്തോഷമായിട്ടിരുന്ന് ആഹാരം കഴിക്കുക എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, കണ്ടോ വർഷയ്ക്ക് വിവരമുണ്ട്, അതുപോലെ എല്ലാവരും വിളമ്പി കഴിച്ചോളും, ടേബിളിൽ എല്ലാ സാധനം ഉണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ഓ എന്റെ വർഷമോളെ, ഇവക്കെ അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വന്നേക്കുന്നു. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ അമ്മേ, ഭക്ഷണത്തിന് മുമ്പ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ആവശ്യത്തെ പറയിപ്പിക്കാൻ നിൽക്കരുത്, എന്റെ വാ നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട്, ഞാൻ വല്ലതും പറഞ്ഞാലേ കൂടിപ്പോവും എന്ന് പറയുന്നുണ്ട്. പറടാ നീ പറ. രവി പറയാണ്, എന്താ ചന്ദ്ര ഇത്, ഭക്ഷണത്തിന് മുമ്പ് ഇരുന്നോണ്ടാണോ ആവശ്യം വഴക്കുണ്ടാക്കുന്നത്? അല്ല രേവതി മോക്ക് എന്ത് യോഗ്യതയിലെന്ന് ഈ പറയുന്നത്? അവളെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഈ വീട്ടിലെ ചെലവിനോട് തരുന്നുണ്ട്. അത് മാത്രല്ല നീ ഇപ്പൊ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അതെല്ലാം അവൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാ. അവൾ ഉണ്ടാക്കിയത് ആക്രാന്തത്തോടുകൂടി നീ വെട്ടി വിഴുകുന്നുണ്ടല്ലോ, അപ്പൊ ഇതൊന്നും അറിയാറില്ലേ എന്നും ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. വർഷ പറയാണ്, അത് തന്നെ അമ്മേ, ഒരു വീട്ടില് 3 മക്കളുണ്ടെങ്കിലേ അവരെ 3 പേരെയും ഒരുപോലെ കാണണം, 3 മരുമക്കളുണ്ടെങ്കിലും അവരെ ഒരുപോലെ കാണാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വർഷ കഴിക്കുന്നുണ്ട്. ചന്ദ്ര മനസ്സിൽ പറയുന്നുണ്ട്, കാശുകാരിയായിപ്പോയി, അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തന്നേനെ എന്ന് വർഷയുടെ മനസ്സിലിങ്ങനെ പറയാണ്. രേവതി സങ്കടപ്പെട്ടിരിക്കുമ്പം, എന്താ രേവതി നിനക്ക് എന്താ പറ്റിയേ? ഇന്നലെ തുടങ്ങി നല്ല മൂഡ് ഓഫിലാണല്ലോ, എന്താ എന്റെ അമ്മ എന്ന് പറഞ്ഞ ഈ സാധനം എല്ലാം പറഞ്ഞോ? ഇല്ല സച്ചിയേട്ടാ, ഒന്നുമില്ല, എനിക്കെന്തോ ഒരു ക്ഷീണം പോലെ. എന്തു പറ്റി, നിനക്കല്ല പനിയുണ്ടോ എന്ന് സച്ചി ചോദിക്കാണ്. അല്ല സച്ചിയേട്ടാ, എനിക്ക് എന്തൊക്കെയോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ, ഇന്നലെ തൊട്ടേ എനിക്ക് ആഹാരം ഒന്നും കഴിക്കാൻ തോന്നില്ല, വല്ലാത്ത ക്ഷീണം പോലെ. രവി പറയുന്നുണ്ട്, സച്ചി നീ അവളെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ, ചിലപോലെ BP കുറഞ്ഞതോ വല്ല ഷുഗർ കുറഞ്ഞതോ ഒക്കെ ആയിരിക്കും എന്ന് പറയാണ്. സച്ചി പറയുന്നുണ്ട്, അതെന്താ, അതെങ്ങനെയാ, ആഹാരം ശരിക്ക് കഴിക്കണ്ടേ? മറ്റുള്ളവരെ കഴിപ്പിക്കാനൊക്കെ മിടിക്കുക, എല്ലാം ഉണ്ടാക്കി പറക്കി വെക്കാനും, പക്ഷെ സ്വന്തമായിട്ട് കഴിക്കാൻ മാത്രം അറിയില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല സച്ചേട്ടാ, ഞാൻ ആഹാരമൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ഞാൻ കഴിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്തോ പോലെയൊക്കെ വരുന്നു, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. വർഷ പറയാണ്, എങ്കിൽ ചേച്ചി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക്, ഇപ്പൊ വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പോകാം. രേവതി പറയാണ്, ഈ സമയത്തൊന്നും പോകണ്ട മോളെ, ഞാനിപ്പോൾ കിടന്നോളാം, എനിക്ക് ഭക്ഷണം വേണ്ട സച്ചേട്ടാ, രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എന്നിട്ട് ഞാൻ ആഹാരം കഴിച്ചോളാം എന്ന് പറയാണ്. ഒന്നും കഴിച്ചില്ലോ രേവതി എന്ന് പറഞ്ഞ സച്ചി സങ്കടപ്പെടുമ്പം, സാരല്ല സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോവാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല നീ പോയിപ്പോ കിടന്നാൽ എങ്ങനാ, ഈ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ വേറെ ആര് കഴുകും? സച്ചി ചാടി എഴുന്നേക്കുന്നുണ്ട്. ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ അടുത്ത് വേലക്കാരിയൊന്നുമല്ല, അമ്മയ്ക്കിടെ വേറെ 2 മരുമക്കളുണ്ടല്ലോ, വേണമെങ്കിലേ കഴിക്കണം. ദേ മൂത്ത മോനുണ്ട് ഇവിടെ ഒരു ജോലി ഇല്ലാതിരിക്കുന്നവൻ, അവനെ കൊണ്ട് കഴിക്കാലോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് കഴിയില്ല, എന്താ കുഴപ്പം? ഈ 3 മരുമക്കൾ വരുന്നതിന് മുമ്പേ ഇവിടെ അമ്മ തന്നെയല്ലേ പ്ലേറ്റൊക്കെ കഴുകിക്കൊണ്ടുന്നത്, പിന്നെ ഇപ്പൊ മാത്രം എന്താ അത്ര പ്രത്യേകത? അമ്മയ്ക്ക് കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ തന്നെ കഴി വെച്ചാ മതി എന്ന് സച്ചി പറയുന്നുണ്ട്. രവിയേട്ടാ, അവൻ പറഞ്ഞത് കേട്ടോ, എല്ലാരും പ്ലേറ്റ് ഞാൻ കഴുകണോന്ന്. രവി പറയാണ്, അതിനിപ്പോ എന്താ ചന്ദ്രയെ കുഴപ്പം? രേവതി കഴുകാൻ നീ രേവതിയോട് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയുള്ളൂ അവൻ നിന്നോട് പറഞ്ഞത്, മനസ്സിലായോ? അതുകൊണ്ട് മിണ്ടായിരുന്ന് കഴിക്കാൻ നോക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, രവി പറയാണ്, അതെ, അവനവൻ കഴിച്ച പാത്രം അവനും തന്നെ വേണം കഴുകാൻ, അതാണ് ഏറ്റവും ആദ്യമേ പഠിക്കുന്ന ഡിസിപ്ലിൻ, അതാദ്യം മനസ്സിലാക്കുക എല്ലാവരും എന്നും പറഞ്ഞ് രവി എല്ലാവരോടും പറയുന്നുണ്ട്. പിറുപിറുത്തോണ്ടിരുന്നോണ്ട് ശ്രുതിയും ചന്ദ്രയൊക്കെ കൂടി ആഹാരം കഴിക്കാണ്. ശേഷം ആഹാരം കഴിച്ച എല്ലാം കൂടി ശ്രുതിയും വർഷയെ കൊണ്ട് അടുക്കളയിലേക്ക് വെക്കുന്നുണ്ട്, ചന്ദ്രയും കൊണ്ട് വെക്കുന്നുണ്ട്. വർഷ അവള് കഴിച്ച പാത്രം കഴുകാണ്. ഈ സമയം ശ്രീകാന്തും അവൻ കഴിച്ച പാത്രം കഴുകി വെക്കുന്നുണ്ട്. ശ്രുതിയും പതിയിട്ടിട്ട് ചന്ദ്ര കിട്ടിട്ട് പോകാൻ നേരം ചന്ദ്ര പറയുന്നുണ്ട്, ഡേ വർഷ കണ്ടില്ലേ സ്വന്തമായി പാത്രം കഴിച്ചിട്ട് പോയത്, പിന്നെ നിനക്ക് കഴിയിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാണ്. ശരിയാ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതി ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അവന്റെ പാത്രവും കൂടി മേടിച്ച് കഴുകി വെക്കാണ്. രവി പാത്രം കൊണ്ടുവന്നിട്ട് കഴുകാൻ പോകുമ്പോൾ ചന്ദ്ര ഇങ്ങനെ വന്നേക്കെന്ന് പറയാണ്, വേണ്ട എന്റെ പാത്രം കഴുകാനേ എനിക്കറിയാം, ഇന്ന് നീ അതുകൊണ്ട് ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞിട്ട് അവന് ആ പ്ലേറ്റ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയാണെങ്കിലോ കഷ്ടപ്പെട്ട് നിന്ന് അവിടുത്തെ പാത്രം എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓ അവക്ക് കിടക്കാൻ കണ്ട സമയം, എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കിയിരിക്കുക അച്ചിക്കോന്തൻ, എന്ത് പറഞ്ഞാലും അവളെ പൊക്കി പിടിച്ചങ്ങോട്ട് നടന്നോളും, എന്നിട്ട് കഴിച്ച പാത്രങ്ങളെല്ലാം എന്നെ കൊണ്ട് കഴിപ്പിച്ച് കണ്ടില്ലേ, എനിക്കാണെങ്കിലോ വേറെ 2 മരുമക്കളുണ്ട്, എങ്കിലും അമ്മയുടെ പാത്രം ഇങ്ങിതാ, ഞാൻ കഴുകാൻ ആരെങ്കിലും പറഞ്ഞോ,
ദാ കറി എടുത്തും ചോറെടുത്തതും ബാക്കി എല്ലാ പ്ലേറ്റും ഇരിക്കാം, അതൊന്നും അവൾമാർ കഴുകിയില്ല, സ്വന്തമായി കഴിച്ചത് മാത്രം കഴുകി വെച്ചിട്ട് പോയി എന്നും പറഞ്ഞ് പെറുപത്തുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് ആ പ്ലേറ്റൊക്കെ കൂടി കഴുകി വെക്കുന്നുണ്ട്. ഈ സമയത്ത് സച്ചി മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതിയാണെങ്കിലോ കിടന്നുറങ്ങായിരിക്കും. സച്ചി ഓർക്കാണ് ഇവക്ക് എന്ത് പറ്റി, 2 ദിവസമായിട്ട് നല്ല ക്ഷീണമുണ്ടല്ലോ, ആഹാരം ഒന്നും ശരിക്കും കഴിക്കുന്നുമില്ല, രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, വണ്ടിയിലൂടെ നടന്ന് പൂവൊക്കെ വിൽക്കുന്നതല്ലേ, വെയിലൊക്കെ അടിച്ചിട്ടായിരിക്കും പാവം, ഇവക്ക് ഇത് മേടിച്ചു കൊടുക്കണ്ടായിരുന്നു, ആ കടലെങ്ങാനും ഇരുന്നെങ്കിൽ വെയിലടിക്കാതെ അടങ്ങാനും ഇരുന്നേനെ ഷോ എന്നൊക്കെ പറഞ്ഞ് അടുത്തു നിന്ന് സങ്കടപ്പെടുന്നുണ്ട്. രേവതിയുടെ തലയൊക്കെ തടവിക്കൊടുത്ത് രേവതി അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. രേവതിയോട് സച്ചി ചോദിക്കാണ്, എന്ത് പറ്റി രേവതി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം സച്ചിയേട്ടാ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉറങ്ങട്ടെ, രാവിലെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, നോക്കാമെന്നൊന്നുമല്ല, രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പണിയെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ അവർ കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ രേവതി ആണെങ്കിൽ താമസിച്ചായിരിക്കും കേട്ടോ എഴുന്നേൽക്കുന്നത്. ഈ സമയത്ത് സച്ചി പോയിട്ട് അവൾക്ക് കോഫി ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ രേവതി വിളിച്ചുകൊടുത്താണ്, അയ്യോ സച്ചിയേട്ടാ സമയം എത്രയും ചോദിക്കുന്നുണ്ട്, 7 മണിയായി, അയ്യോ എന്നെ എന്താ വിളിക്കാതിരുന്നത്, 4 മണിക്ക് പൂവെടുക്കാൻ പോകേണ്ടതല്ലേ, എത്ര സ്ഥലത്ത് പൂവെടുക്കാണെന്ന് അറിയോ, അതെ ഇന്നൊരു ദിവസത്തിന് എല്ലാ റെസ്റ്റ് കൊടുത്തേരെ, ആ ഓർഡർ മൊത്തം നിന്റെ അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തേരെ, അമ്മ ഇന്ന് ആ ഓർഡർ മൊത്തം കൊടുത്തോളും. അയ്യോ സച്ചിയേട്ടാ അത് പിന്നെ അതൊന്നുമില്ല, നമ്മൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വലിയൊരു ബഹളം കേൾക്കാണ്. രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ അവിടെ, അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നോക്കുമ്പോഴേക്കും വാതുക്കില് ശ്രുതിയും ചന്ദ്രയെ കൂടി നിൽക്കാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, എന്താടാ ബഹളം, അത് സച്ചി ഞാൻ കിഴരെ കോഫി ഇട്ടിട്ടില്ല, സമയം 7 മണി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അല്ല നിനക്കെന്താ കയ്യില്ലേ, പോയി കോഫി വെച്ച് കുടിക്കാനായിട്ട്. ചന്ദ്ര പറയുന്നുണ്ട്, അതെങ്ങനാ, ഞങ്ങളെ പണ്ടേ പറഞ്ഞുള്ള കാര്യാ, ഇവിടെ കോഫി ഉണ്ടാക്കാമെന്ന് പാചകം ചെയ്യുന്നൊക്കെ നിന്റെ ഭാര്യയാ, പിന്നെ അവക്കിപ്പോൾ ചെയ്താൽ എന്നെ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, രാവിലെ കോഫി ഇടാനായിട്ട് തലവേദന എടുക്കുന്നു. സച്ചി ചോദിക്കാണ്, നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, 2 കൈയും അങ്ങനെ ഇരിപ്പില്ലേ, പിന്നെ പോയി കോഫി ഉണ്ടാക്കിയത് നിനക്ക് എന്താടി കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചി എടി പോടി നിന്നും എന്നെ വിളിക്കണ്ട, നീ നിന്റെ ഭാര്യ വിളിച്ചാൽ മതി എന്ന് ശ്രുതി പറയുമ്പം അത് തന്നെ എനിക്കും പറയാനുള്ളത്, പാചകം ചെയ്യിപ്പിക്കാനും വേലക്കാരെ പോലെ നടത്താനുമേ എന്റെ ഭാര്യയെ കിട്ടില്ല, നീ സ്വന്തം ചെയ്താൽ മതി എന്ന് പറയാണ്. ചന്ത ചോദിക്കുന്നുണ്ട്, എന്താടാ കെട്ടില്ല മകത്ത് കയറി ഇരിക്കുവാണോ, ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി പൊയ്ക്കോണം, കോഫി ഇവിടെ ആർക്കൊല്ലം ഉണ്ടാക്കി കുടിക്കാന്നല്ലേ ഉള്ളൂ, ഒരു കോഫി ഇടാനും കൂടി ഇനി അവള് വേണോ, അവക്കെ തീരെ സുഖമില്ല, ഇന്നലെ പറഞ്ഞാണല്ലോ അവളെ കൊണ്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാ, ഇതുവരെ അവളെ എഴുന്നേറ്റിട്ട് കൂടിയില്ല, അവൾക്ക് ഒട്ടും സുഖമില്ല, എങ്കിൽ അവൾക്ക് എങ്ങനെയുണ്ട്, അവളെല്ലാം കഴിച്ചോ, എന്തെങ്കിലും ചോദിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ, അപ്പോഴും അവള് ജോലി ചെയ്യണം അല്ലേ, ഞാനാ പോയിപ്പോൾ അവൾക്ക് ഒരു ഗ്ലാസ് കോഫി ഇട്ടുണ്ട് കൊടുത്തത്, അങ്ങനെ അവൾ എഴുന്നേറ്റത്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാം, വേണമെങ്കിൽ ഉണ്ടാക്കി കുടിച്ചിട്ട് പോടാം എന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, വാ ശ്രുതി നമുക്ക് പോയി പുറത്തെങ്ങാനും കുടിക്കാം. ചന്ദ്ര ചോദിക്കാണ്, അപ്പൊ മോളെ എനിക്കോ, അമ്മ ഇവിടെ അങ്ങനെ ഉണ്ടാക്കി കുടിക്കാമേ എന്നും പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങി പോകുന്നുണ്ട്. സച്ചി പറയാണ്, കണ്ടോ മരുമകളുടെ ഗുണം കണ്ടോ, രേവതി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറയായിരുന്നോ, എല്ലാം ഉണ്ടാക്കി മുമ്പിൽ കൊണ്ട് തന്നാലും അവൾക്ക് കുറ്റമല്ലേ ഉള്ളായിരുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട്, വെച്ചോണ്ടിരിക്കും മലേഷ്യക്കാരനെ എന്നും പറഞ്ഞ് സച്ചി പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഓ കെട്ടിലമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ അകത്ത് കയറി ഇരുന്നാൽ മതിയല്ലോ, എന്നുവെച്ചാ അവൾ വലിയ രാജകുമാരിയല്ലേ, കൈ നിറയെ കാശും പൊന്നും കൊണ്ടാണല്ലോ അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, പിന്നെ കയറി ഇരുന്നാൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറെ പറയുന്നുണ്ട്. സച്ചി പറയാണ്, അതെ അവൾ എൻ്റെ ഭാര്യ, ഇതേ എനിക്കൂടെ അവകാശപ്പെട്ട വീടാ, അവൾ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, നിങ്ങൾ അതിൽ കൂടുതൽ കൈകടത്താൻ വരണ്ട, അവള് ജോലി ഇതിലെന്നും പറഞ്ഞ് ഇവിടെ നമ്മളെ ഇറക്കാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കും ഇല്ല, ഈ വീട്ടിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കുള്ള അതേ അവകാശം മാത്രമേ നിങ്ങൾക്കും ഉള്ളൂ, അത് മനസ്സിലാക്കിക്കോ, അത് മാത്രമല്ല ഈ വീട്ടിലേക്ക് ചെല്ലാനുള്ള കാശേ ഞാനും അവളും കൂടി തരുന്നത് എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷ കയറി വരുന്നുണ്ട്. എന്താടെ ബഹളം ചോദിക്കാണ്. ഒന്നുമില്ല മോളെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. സച്ചേട്ടാ രേവതി ചേച്ചിക്ക് എങ്ങനെയുണ്ട്, അവക്ക് ഒട്ടും വയ്യ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാം, എത്രയും പെട്ടെന്ന് കൊണ്ടുപോക്കോ, അതാ നല്ലത്, വെച്ചോണ്ടിരിക്കേണ്ട സച്ചേട്ടാ, പിന്നെ സച്ചേട്ടാ രേവതി ചേച്ചിക്ക് വയ്യല്ലോ, ഞാൻ കോഫി അടുക്കളയിലേക്ക് പോവാം, ചേച്ചിക്ക് വേണോ ചോദിക്കുന്നുണ്ട്. ഇല്ല വർഷേ വേണ്ട, ഞാൻ ഇട്ട് കൊടുത്തവക്ക്, ഞാനും കുടിച്ചു, നിങ്ങൾ കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. ശരി സച്ചിയേട്ടാ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോ, അത് നല്ലത്, വെച്ചോണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് വർഷ പോകുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയാണ്, കണ്ടോ അതാ പെണ്ണ്, അങ്ങനെ വേണം, ഇട്ടുമൂടാൻ കാശുള്ള വീട്ടിലെ കുട്ടിയാ, എന്നിട്ട് അവളുടെ മര്യാദ കണ്ടോ,
എന്നിട്ട് അതിന് എന്തെങ്കിലും അഹങ്കാരം ആ കുട്ടിക്കുണ്ടോ? ഇന്നലെ വൈകുന്നേരം അവക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് നിങ്ങളോ നിങ്ങളുടെ ശ്രുതിയോ ആരെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ? പക്ഷെ രാവിലെ കണ്ടോ വന്ന് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ചേച്ചിക്ക് കോഫി വേണമെന്ന് ചോദിച്ചു കണ്ടോ? അതാ നല്ല കുടുംബത്തിൽ പറഞ്ഞ ലക്ഷണം. നല്ല രീതിക്കാ അവൾ അവരുടെ മോളെ വളർത്തിയേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവരെന്ത് തരയുടെ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ മോളെ നല്ല സ്വഭാവമുള്ള വച്ചാ. ആദ്യം എനിക്ക് വർഷം ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പം നല്ല എനിക്കൊരു സ്വന്തം അനിയത്തെ പോലെ തന്നെയാണെന്ന് സച്ചി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അതേടാ അതെ, നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അല്ലെങ്കിലും അവരെല്ലാം നല്ലവര്. ഞാനും എൻ്റെ മോനും എൻ്റെ മരുമകളും മാത്രം കൊള്ളില്ല നിനക്ക് അല്ലടാ എന്നും പറയുന്നുണ്ട്. അമ്മേ, എനിക്ക് രാവിലെ വഴക്കുണ്ടാക്കാൻ യാതൊരു താല്പര്യമില്ല. അവൾക്ക് തീരെ സുഖമില്ല. ഞാനിതും കൊണ്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ. പിന്നെ അവളെ വയ്യെങ്കിലേ അവളെ ഞാൻ കൊണ്ട് 2 ദിവസം അവളുടെ വീട്ടിൽ നിർത്താൻ പോവാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അല്ല അപ്പൊ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? അമ്മ ആള് കൊള്ളാലോ. ഇവിടുത്തെ ജോലി ചെയ്യാനാണോ എൻ്റെ ഭാര്യ? അമ്മ വേണമെങ്കിലേ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. ആരും ആഹാരം കഴിക്കണ്ട, ഞാൻ പുറത്തുപോയി കഴിച്ചോളാം. അമ്മ പറഞ്ഞ അമ്മയുടെ മൂത്ത മോനും മരുമോളും അവരും പുറത്തുപോയി കഴിക്കും. പിന്നെ ഉള്ളതേ ഏറ്റവും ഇളയ മരുമോനും മോനും മരുമോളുവാ, അവരും പുറത്തുപോയി കഴിച്ചോളും. എൻ്റെ അച്ഛനുള്ളതും ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. പിന്നെ അമ്മയുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്താല്ലേടാ. അമ്മയുടെ കാര്യം നോക്കി പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി പോയി ഒരുങ്ങാൻ പറയുന്നുണ്ട്. ചന്ദ്രയുടെ മുമ്പിലേക്ക് വാതിലവൻ കൊട്ടി അടയ്ക്കാണ്. ചന്ദ്ര ദേഷ്യം പിടിച്ച് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. രേവതി പറയാണ്, എന്തിനാ സച്ചിയുടെ രാവിലെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നേ? അമ്മ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, എന്നും രാവിലെ ഇത് ഞാൻ കേൾക്കാറുള്ളതല്ലേ. ഇപ്പം അതെനിക്ക് ശീലമായി, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിട്ടാ പറ്റില്ല രേവതി, ചുട്ട മറുപടി അപ്പ കൊടുത്തോണം. അല്ലേ ആ വർഷം കണ്ടോ ഒന്ന് ചോദിച്ചത്? എന്ത് കാര്യമായിട്ടാ അവൾ നിന്റെ കാര്യങ്ങളൊക്കെ തിരക്കിട്ട് പോയത്? കോഫി വേണമെന്ന് ചോദിച്ചിട്ടാ പോയത്. മറ്റേവളോ നീ കോഫി ഉണ്ടാക്കാത്തിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക, അഹങ്കാരി. അവളുടെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യമുണ്ട് രേവതി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉറപ്പാ അവൾ പക്കാ ഫ്രോഡാ. ഞാൻ അവളെ ഒരു ദിവസമേ പിടികൂടും, നീ അപ്പ കണ്ടോണം. അവക്കിട്ട് ഞാൻ കൊടുക്കാൻ വന്ന ശിക്ഷ എന്നൊക്കെ സച്ചി പറയാണ്. അങ്ങനെ രേവതിയും പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങുന്നുണ്ട്. സച്ചിയും കൂട്ടി അവരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. രവി പറയാണ്, എന്ത് പറ്റിയോ പാവം മോള്, രാവിലെ എണീക്കാഞ്ഞിട്ട് വീടൊരു ഐശ്വര്യമില്ല. അല്ലെങ്കിൽ രാവിലെ കോലമൊക്കെ വരച്ച് പൂജയൊക്കെ ചെയ്ത് അടുക്കളയിൽ ആ ജോലിയൊക്കെ ചെയ്യുന്ന കാണാൻ എന്ത് ഭംഗിയാ. ആ ചിരി തന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നൊക്കെ രവി പറയുന്നുണ്ട്. ഓ, മരുമോളുടെ സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകുകയാണല്ലോ അമ്മായിയച്ഛന് എന്ന് പറയാണ് ചന്ദ്ര. ചന്ദ്രെ, നിന്റെ വായം കൊണ്ട് മിണ്ടാതെ പോക്കോ, രാവിലെ നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട്. മോളുണ്ടാക്കുന്ന ചായ കിട്ടാഞ്ഞിട്ട് തന്നെ എനിക്കിന്ന് തലവേദനയാ. നീ ഉണ്ടാക്കിയ ആ കൂറ ചായ ഞാൻ കഴിച്ചതെന്ന് അയാൾ പറയാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതുപോലെ തളർച്ച ക്ഷീണമൊക്കെ ആണെന്ന് പറയാണ്. അങ്ങനെ അവർ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവർ ഡോക്ടറെ കാണാമെന്നിരിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, രേവതി കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല വിഷയം തന്നെയാണ്. രേവതി പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സച്ചിയാണെങ്കിൽ രേവതിയുടെ കയ്യിൽ മുറുകെ പിടിക്കാണ്. പക്ഷേങ്കിൽ സച്ചി രേവതിയുടെ ബോഡി നല്ല വീക്കാണ്. അതുകൊണ്ട് തന്നെ മിസ്കാരേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാ. നന്നായി ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം. കുറെ മരുന്നെടുക്കാനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡോക്ടറെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാകരുതെന്ന് എന്ന് പറയുന്നുണ്ട്. ഈ 3 മാസം നന്നായി ശ്രദ്ധിച്ചാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ 3 മാസത്തിന് നന്നായി ജോലി ചെയ്യുകയോ പടിക്കെട്ടുകൾ കയറി ഇറങ്ങുകയോ ചെയ്യരുത്. വെയിറ്റ് എടുക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ഉറക്കം, ഭക്ഷണം എല്ലാം കൃത്യസമയത്ത് തന്നെ വേണം. റെസ്റ്റും വേണമെന്ന് പറയുന്നുണ്ട്. ആരോഗ്യ കാര്യത്തില് നന്നായി ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ കുട്ടിയെ കിട്ടുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എല്ലാം ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തോളാം, ഡോക്ടർ ഡീറ്റെയിലായിട്ട് പറഞ്ഞാൽ മതിയെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും സച്ചിക്ക് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ രേവതി സച്ചിയും ഭയങ്കര സന്തോഷമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ആളെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് സച്ചി. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ പിടിച്ചുകൊണ്ട് നടക്കണ്ട. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, അതങ്ങ് അനുസരിച്ചാൽ മതി. പിന്നെ പൂവിളിപ്പിനെയൊക്കെ കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കാം. സച്ചിയേട്ടാ അങ്ങനെ പറയരുത്, അതെന്ത് ചെയ്യാം? നമുക്ക് ലോണൊക്കെ അടയ്ക്കണ്ടേ, CC അടയ്ക്കണ്ടേ? അതെല്ലാം ഇനി ഞാൻ ചെയ്തോളാം. പിന്നെ ആ സ്കൂട്ടി എടുത്തോണ്ട് റോഡിൽ കൂടെ ഒക്കെ പോയാലേ കട്ടറും കുണ്ടും കുഴിയൊക്കെ ഉള്ളതാ. അതൊന്നും നടക്കാൻ പോകുന്ന പരിപാടിയില്ല. നമുക്ക് ആവശ്യം കുഞ്ഞാ. അതുകൊണ്ട് അതൊക്കെ ഒരു 3-4 മാസത്തിന് അല്ല 1 വർഷത്തിന് മാറ്റി വെച്ചേരെ. അയ്യോ സച്ചിയേട്ടാ, ഞാൻ പിന്നെ എന്ത് ചെയ്യും? രേവതി, നിനക്ക് പൂ കിട്ടുന്ന ഓർഡറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നിനക്ക് കൊണ്ടുതരാം. പൂവും രാവിലെ ഞാൻ തന്നെ കൊണ്ടുതരാം.
നീ വീട്ടിലിരുന്ന് കെട്ടിക്കോ. കെട്ടാൻ അധികം സ്ട്രെയിൻ ചെയ്യണ്ടല്ലോ. എന്നിട്ട് നീ എങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിന്റെ അമ്മയുടെ കൊണ്ട് എത്തിച്ചോളാം. അമ്മയും അവളും ഉണ്ടല്ലോ അവിടെ. അതുകൊണ്ട് അവർ അത് എങ്ങോട്ടാന്ന് വെച്ചാൽ പാക്ക് ഇത് മാനേജ് ചെയ്തോളും. കുറച്ചു കാലത്തേന് നിന്റെ അമ്മയുടെ പൂക്കട തന്നെ നീ കുറച്ച് പൂക്കൾ വിറ്റാൽ മതി. ഇപ്പൊ എന്തായാലും നീ പൂവിക്കാണെന്ന് പോകണ്ട എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ആഗ്രഹിച്ച ആ വണ്ടി എടുത്ത് തന്നല്ലേ, എന്നിട്ട് അത് അങ്ങനെ വെച്ചിരുന്നാലോ? അതിനൊക്കെ ഞാൻ പരിഹാരം കണ്ടോളാം. അല്ലെങ്കിലേ അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഞാൻ ആളെ ഏർപ്പാടായിക്കോളാം. സച്ചിയേട്ടാ, ഒരു മുഴം പൂ വിറ്റാ കിട്ടുന്നത് 20 രൂപയാ. ഒരു ദിവസം 100 മുഴം അല്ലെങ്കിൽ 200 മുഴം അതിൽ കൂടുതലൊന്നും വിൽക്കാൻ പോകുന്നില്ല. എന്നിട്ട് അതിനൊരു ഡെലിവറി ബോയെ കൂടെ വെച്ചാ പിന്നെ എന്ത് ലാഭം കിട്ടാനാ? ഉള്ള ലാഭമൊക്കെ മതി. 100-300 രൂപയ്ക്കൊക്കെ പോകാനിപ്പോ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. കൊച്ചു പയ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കിട്ടും. എന്തെങ്കിലും ഞാൻ ഏർപ്പാടാക്കിക്കോളാം, നീ ഓർത്ത് വിഷമിക്കണ്ട എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ രേവതിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. സച്ചി ആണെങ്കിൽ ലഡുവൊക്കെ ആയിട്ടായിരിക്കും ചെല്ലുന്നത്. രവി ചോദിക്കാണ്, മോനെ എന്തായി, എന്താ ഡോക്ടർ പറഞ്ഞ് ചോദിക്കുന്നുണ്ടോ? ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ പോകാനൊരുങ്ങി നിൽക്കായിരിക്കും. വർഷം ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ ഡോക്ടർ പറഞ്ഞത്? കണ്ടാൽ തന്നെ അറിയാം നല്ല വിളർച്ചയുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. സച്ചി പറയാണ്, അച്ഛാ ഞാൻ അച്ഛനാവാൻ പോവാ, അച്ഛനെ ഒരു മുത്തച്ഛനാവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആഹാ മോനെ സന്തോഷായടാന്ന് പറഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കാണ്. വർഷയാണെങ്കിൽ ആണോ ചേച്ചി കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വർഷ നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിച്ച് കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകാന്തും അവനെ കൺഗ്രാറ്റ്സ് ചെയ്യാണ്. പക്ഷെങ്കിൽ ഇതൊന്നും പിടിക്കാതെ ചന്ദ്രയും നമ്മുടെ ശ്രുതിയും അവിടെ നിൽക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എങ്കിലും അച്ഛൻ ഇവരുടെ മനസ്സ് കണ്ടോ? വീട്ടില് ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിക്കാരുണ്ടാവാൻ പോണത്. രേവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അനങ്ങാതിക്കുന്ന മൂന്നെണ്ണത്തിനെ കണ്ടോ അച്ഛ എന്ന് പറയുന്നുണ്ട്. രവി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാടാ, അവരൊരാൾക്ക് മനസ്സ് അങ്ങനത്തെ ആയിപ്പോയി. നീ ഒന്നും മൈൻഡാക്കണ്ട. നിന്റെ അമ്മയുടെ അതേ സ്വഭാവമാണ് നിന്റെ ചേട്ടന്, അതേ സ്വഭാവം തന്നെയാണ് അവന്റെ ഭാര്യയ്ക്കുമെന്ന് രവി പറയുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, ഓ ഇവക്ക് വിശേഷമുള്ളതാണോ ഇപ്പൊ വലിയ വിശേഷം? ഇവിടെ വേറെ അതിലപ്പത്തെ കാര്യങ്ങൾ കിടക്കുമ്പോളാ. അല്ല ഇനിയിപ്പോ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യുന്നു നീ പറയുന്നേ എന്ന് സച്ചിയോട് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, പിന്നെ അച്ഛ എല്ലാവരുമായിട്ട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. 3 മാസത്തിന് ഇവക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. ഇവക്ക് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. കാരണം മിസ്കാരേജ് ഉണ്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ ജോലികളും എല്ലാവരും കൂടി വേണം ചെയ്യാനായിട്ട്. രേവതി ഇത്രയും കാലം ഒറ്റക്കലയെല്ലാം ചെയ്തത് ഇനി അവളെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പടിക്കിട്ട് ഇറങ്ങാനോ വെയിറ്റ് എടുക്കാനോ അധികം നേരം നിന്ന് ജോലി ചെയ്യാനോ ഒന്നും പാടില്ല. 3 മാസവും മാക്സിമം കിടന്നുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവളെ ഒരു ജോലിക്കും ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് സച്ചി പറയുമ്പം ചന്ദ്ര ചോദിക്കാണ്, അല്ല പിന്നെ അവളുടെ പൂക്കച്ചവടം എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ വേറെ സെറ്റാക്കിക്കോളാം. എന്തായാലും അതിനും അവളെ പോകുന്നില്ല. വല്ലപ്പോഴും അവളിരുന്ന് പൂ കെട്ടിയാൽ മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും തന്നെ അവൾ ചെയ്യാൻ പോണില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ചന്ദ്രൻ പറയുന്നുണ്ട്, ഈ 3 മാസവും ഇവൾ ഇവിടെ കിടത്താനാണോ നിന്റെ പ്ലാൻ? അപ്പോഴേക്കും രവി ചോദിക്കാണ്, എന്താ ചന്ദ്രൻ നീ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ ഇവൾ എവിടെ കൊണ്ടുപോകാനാ നീ പറയുന്നേ? അവളുടെ വീട് ഇതല്ലേ, ഇവിടെയല്ലേ അവൾ കിടക്കേണ്ടത്? രവിയേട്ടാ നിങ്ങൾ എന്തായി പറയുന്നേ? അപ്പൊ അവൾക്ക് ഇത് വെച്ചു കൊടുക്കണമെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതിനൊന്നും എന്നെ കിട്ടില്ല. 3 മാസം അവളെ കിടക്കും. ആ കിടപ്പില് ഞാൻ അവൾക്ക് വെച്ചു വിളമ്പണം പോലും എന്നെ കൊണ്ട് അതിനൊന്നും ഒക്കുകയല്ലെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, സച്ചേട്ടാ എനിക്കങ്ങനെ അധികം ഫുഡൊന്നും ഉണ്ടാക്കണമെന്നും അറിയില്ല, എങ്കിലും സാരയില്ല, രേവതി ചേച്ചിക്കുള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. എന്തായാലും ഇനിയിപ്പോ ഇത്രയും നാളും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നതും ലഞ്ചൊക്കെ തരുന്നതെല്ലാം രേവതി ചേച്ചിയായിരുന്നു. ഡിന്നർ പോലും ചേച്ചി ഉണ്ടാക്കി തന്നത്. ഇപ്പൊ ചേച്ചിക്ക് ഒരു ആവശ്യം വന്നപ്പോ ഞാൻ എന്തായാലും ചേച്ചി സഹായിക്കാൻ കൂടെ തന്നെ കാണും. അമ്മേ നമുക്കിനി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. രാവിലെ നമുക്ക് 3 പേർ കൂടി ഒരുമിച്ച് അടുക്കളയിൽ കയറാം. ശ്രുതി ചേച്ചി ഉണ്ടല്ലോ, അമ്മയുണ്ടല്ലോ, ഞാനും ഉണ്ട്. 3 പേരും ഒരു ടൈം ടേബിൾ ചെന്നിച്ചിട്ട് നമുക്ക് ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഒരാൾക്ക് ലഞ്ച് ഉണ്ടാക്കാം, ഒരാളെ ക്ലീൻ ചെയ്യാം. അങ്ങനെ എല്ലാ ജോലികളും നമ്മൾ ഒരുമിച്ച് ഏറ്റെടുത്ത് ചെയ്യാം. ചേച്ചിക്ക് സുഖമില്ലല്ലോ, അതുകൊണ്ട് ചേച്ചി ഒരാൾ ചെയ്ത ജോലികൾ മുഴുവനും നമുക്ക് 3 പേർ കൂടി ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത് വലിയ ഭാരമൊന്നും ആയിരിക്കില്ല എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, എനിക്കെങ്ങും പറ്റില്ല, എനിക്ക് ജോലി ബ്യൂട്ടി പാർലർ തന്നെ ഒരുപാട് ജോലി ഉണ്ടെന്ന് പറയുന്നുണ്ട്. വർഷ പറയാണ്, പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാനും വെറുതെ ഇരിക്കുകയല്ല ശ്രുതി, എനിക്ക് അവിടെ ഒരുപാട് ജോലിയുണ്ട്. എന്തായാലും നമ്മുടെ വീടിന് വേണ്ടിയിട്ടല്ലേ. ചേച്ചിക്ക് ആവതുള്ളപ്പോ ചേച്ചി ഒറ്റയാളായിട്ടൊന്നല്ലേ ഇത് മുഴുവൻ ചെയ്തോണ്ടിരുന്നത്? ചേച്ചിക്ക് സുഖമില്ലായിട്ടല്ലേ? അപ്പൊ നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്യാനെന്ന് അവൾ ചോദിക്കാണ്. അതുകൊണ്ട് നമുക്ക് 3 പേർ കൂടി ഒരുമിച്ച് ജോലി ചെയ്യാം. നമ്മൾ 3 പേരോട് ചെയ്യുമ്പം 1 മണിക്കൂർ ചെയ്യാനുള്ളതേ ഉള്ളൂ, പെട്ടെന്ന് തീർന്നോളുമെന്ന് അവൾ പറയുന്നുണ്ട്. ഒന്നും മിണ്ടാനുള്ള നിൽക്കുകയാണ് ശ്രുതിയും ചന്ദ്രയും. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിക്കോളാം സച്ചിയേട്ടാ, ചേച്ചി ഉച്ചയ്ക്ക് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്.
ഡിന്നർ ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും തന്നെ ഒരു 6 മണിയാകുമ്പോൾ വരുമല്ലോ, അതിനുശേഷം ഞങ്ങൾ പ്രിപ്പയർ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ശ്രീകാന്ത് ആണെങ്കിലും വലിയൊരു ഷെഫ് അല്ലേ ഇവിടെ ഉള്ളത്, അവൻ വൈകുന്നേരം നേരത്തെ ആണെങ്കിൽ അവന് സഹായിച്ചോളും അല്ലെന്ന് ചോദിക്കുമ്പം അത് സച്ചിയേട്ടാ വിഷമിക്കണ്ട, ഞാനും സഹായിച്ചോളാം. അപ്പൊ പിന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഞാനും ഉണ്ടല്ലോ, ഞാനും ഇടയ്ക്ക് കയറിക്കോളാം. വർഷേ നിന്നെപ്പോലുള്ള മനസ്സെല്ലാവർക്കും ആവശ്യം, എന്ത് ചെയ്യാനാ, ഇവിടെ കാശുണ്ടെന്നും പറഞ്ഞ് ഇല്ലാത്ത കാശിന്റെ പേരുമ്പോൾ കുറെ പേര് അഹങ്കരിക്കുന്നുണ്ടെന്നൊക്കെ ശ്രുതിയെ കൂട്ടി പറയുന്നുണ്ട്. അപ്പോഴേക്കും രവി പറയാണ്, ഇത്രയും കാലം ഒരാളോട് കിടന്ന് പട്ടിപ്പണി ചെയ്ത് ഒരു ജോലിക്കാരെ പോലെ കഷ്ടപ്പെട്ടപ്പം ആർക്കും ഒന്നും അറിയണ്ടായിരുന്നു. രാവിലെ വെച്ച് കൈയും കഴിവന്നിരിക്കുമ്പം എല്ലാം റെഡിയായിരുന്നു. ഉച്ചയ്ക്കും രാത്രിയിലും അങ്ങനെ തന്നെ ഇടാനുള്ള ഡ്രസ്സും വീടും ബാക്കി എല്ലാ കാര്യങ്ങളും അവളെ നോക്കിക്കൊണ്ടെന്ന്. ഇപ്പൊ അവക്കൊന്ന് സുഖമില്ലായപ്പം കണ്ടില്ലേ, 3 പേര് കൂടി അവളുടെ ജോലി ഞാൻ തീരുമാനിക്കുക. എന്നിട്ടും പലർക്കും അതിന് ബുദ്ധിമുട്ട്. ഒരാളെ ചെയ്തോണ്ടുന്ന ജോലിയാണ് 3 പേരോട് ചെയ്യാൻ പോകണമെന്നുള്ള ഓർമ്മ കൂടി വേണം എന്ന് രവി പറയുന്നുണ്ട്. രേവതി മോളെ, നീ ഇവരുടെ ഐശ്വര്യം ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാ. നിന്റെ വില എന്താണെന്ന് എല്ലാവരും മനസ്സിലാകട്ടെ. സച്ചി മോളെ കൊണ്ടേ കിടത്ത്. പിന്നെ മോളെ, ഇവരാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോള് മൈൻഡ് ചെയ്യണ്ട, ഒരു ജോലിയും ചെയ്യണ്ട. പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് 7 നേരവും, എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവൾ എന്തെങ്കിലും പറഞ്ഞാലേ തക്ക മറുപടി ഞാൻ കൊടുത്തോളാം സച്ചി, നീ ഒന്നും ഓർക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചന്ദ്ര അവളോട് പറഞ്ഞാലേ എന്റെ കൈയുടെ ചൂടെന്താണെന്ന് അവൾ അറിയുമെന്നും രവി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ. അങ്ങനെ അവൻ എല്ലാവർക്കും ലഡുവൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ഈ മൂവർ സംഘം അല്ലാതെ കേട്ടോ. അപ്പൊ രേവതി അങ്ങനെ ഗർഭിണിയാവുന്ന ഒരു കലക്കൻ എപ്പിസോഡായിരുന്നു ഇത് നമ്മൾ തമിഴിൽ ഇതുവരെ ആയിട്ടില്ല, പക്ഷെ തെലുങ്കിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതേ സെയിം സ്റ്റോറി തന്നെയാണ്. അപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെ ഡെയിലി നമ്മുടെ ഈ ചാനലിലുള്ള എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.